കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെലവ് ഈ വർഷം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന മുന്നറിയിപ്പുമായി സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. രൂപയുടെ മൂല്യത്തകർച്ചയും ആഗോള വിപണിയിലെ വിലക്കയറ്റവും ഇറക്കുമതി ബിൽ കുത്തനെ ഉയർന്നതുമായി റിപ്പോർട്ട്. 2025-26 എണ്ണ വർഷത്തിൽ ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ചെലവ് റെക്കോർഡ് 1.75 ലക്ഷം കോടി രൂപയിലെത്തുമെന്ന് സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വിലയിരുത്തുന്നു. നവംബർ മുതൽ ജൂൺ വരെയുള്ള ആദ്യ 8 മാസങ്ങളിൽ മാത്രം 104 ലക്ഷം ടണ്ണിലധികം ഭക്ഷ്യ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഈ കാലയളവിലെ ഇറക്കുമതി ചെലവ് 1.19 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് 20% വർധനവാണ്. രൂപയുടെ മൂല്യത്തകർച്ച, ഇന്തോനേഷ്യയിലെ പാം ഓയിൽ ലഭ്യത കുറവ്, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, ഉയർന്ന ചരക്കുകൂലിയും ഇൻഷുറൻസ് ചെലവും ആഗോള വില ഉയരാൻ കാരണമായതായി SCA വ്യക്തമാക്കി. അതേസമയം മൺസൂൺ വൈകിയതും എണ്ണക്കുരു കൃഷി കുറഞ്ഞതും ആഭ്യന്തര ഉൽപ്പാദനത്തെയും ആശങ്കയിലാഴ്ത്തുന്നു. ഇറക്കുമതി ആശ്രയം കുറയ്ക്കാൻ ആഭ്യന്തര ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ശാശ്വത പരിഹാരമെന്ന് SCA പ്രസിഡന്റ് സഞ്ജീവ് അസ്താന പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകബാങ്കിന്റെ പിന്തുണയോടെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ കേര പദ്ധതിക്ക് തുടക്കം. ഫാം ടു ഗ്ലോബൽ മാർക്കറ്റ് മാതൃകയിലൂടെ കർഷകർക്ക് മികച്ച വിലയും പുതിയ വിപണിയും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ലോകബാങ്ക് സഹകരണത്തോടെ കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര വിപണിയിലെത്തിക്കുന്ന പദ്ധതിയുമായി കേര. ഫാം ടു ഗ്ലോബൽ മാർക്കറ്റിംഗ് എന്ന നൂതനമായ രീതിയിലൂടെ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ദേശീയ, അന്തർദേശീയ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തുടനീളം 180 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുന്നതിനായി 333 കോടി രൂപയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർഷക ഉൽപ്പാദന കമ്പനികളും തൽപരരായ കാർഷിക സംരംഭകരും കേരയുമായി ഏർപ്പെടുന്ന ത്രികക്ഷി കരാറുകൾ മുഖേനയായിരിക്കും ഈ ഉൽപ്പാദന സഖ്യങ്ങൾ നിലവിൽ വരിക. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനം, ആധുനിക സംഭരണ സംസ്കരണ സംവിധാനങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകളുടെ ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കാണ് പദ്ധതി പ്രാധാന്യം നൽകുന്നത്. കുരുമുളക്, ഏലം, തേങ്ങ, കാപ്പി, പഴം, പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയും കൂടുതൽ വരുമാനവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ലോകബാങ്കിന്റെ പിന്തുണയോടെ നടപ്പാക്കുന്ന KERA പദ്ധതി കർഷകരെ ആഗോള മൂല്യശൃംഖലയുമായി ബന്ധിപ്പിച്ച് കേരള കാർഷിക മേഖലയെ കൂടുതൽ മത്സരക്ഷമമാക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചോളം കൃഷിയിൽ മധ്യപ്രദേശിന്റെ മുന്നേറ്റം രാജ്യത്തിന് ആശ്വാസമാകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉൽപ്പാദനക്കുറവ് ഇതിലൂടെ പരിഹരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ചോളം ഉൽപ്പാദനത്തിൽ ഈ വർഷം മധ്യപ്രദേശ് നിർണായക പങ്ക് വഹിക്കുമെന്ന് കാർഷിക മേഖലയിലെ വിലയിരുത്തൽ. കർണാടകയിലും മഹാരാഷ്ട്രയിലും മഴക്കുറവും കൃഷിവിസ്തൃതിയും കുറഞ്ഞതും കാരണം ഉൽപ്പാദനം ഇടിയാൻ സാധ്യതയുണ്ട്. എന്നാൽ മധ്യപ്രദേശിൽ ചോളം കൃഷി ഗണ്യമായി വർദ്ധിച്ചതോടെ ഈ കുറവ് വലിയ തോതിൽ നികത്താനാകുമെന്നാണ് പ്രതീക്ഷ. കോഴിത്തീറ്റ, സ്റ്റാർച്ച്, എഥനോൾ വ്യവസായങ്ങളിൽ ചോളത്തിനുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയാണ് കർഷകരെ കൂടുതൽ ചോളം കൃഷിയിലേക്ക് ആകർഷിക്കുന്നത്. ഇതോടെ രാജ്യത്തെ മൊത്തം ചോളം ലഭ്യതയും വിപണി വിതരണവും വലിയ തിരിച്ചടി നേരിടില്ലെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.